ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏത്തപ്പഴവും ബ്രെഡും ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, വൈകുന്നേര സമയങ്ങളിലും ഇത് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരുവിധം നന്നായി പഴുത്ത ഒരുവിധം വലിപ്പമുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം കിട്ടാത്ത സ്ഥലത്തുള്ളവരാണെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള പഴം ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. അപ്പം നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തപ്പോൾ 11 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡും നമുക്ക് 11 പീസ് ബ്രെഡ് മതി, കാരണം നമുക്ക് ഏത്തപ്പഴം 11 കഷ്ണമാണ് കയ്യിലുള്ളത്. അപ്പോൾ 11 പീസ് ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് പീസിൻ്റെ എല്ലാം സൈഡിലെ കട്ടിയുള്ള ഭാഗമൊക്കെ നമ്മൾ കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാനിലേക്ക് പാൻ ചൂടായപ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അത് എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് ഉപയോഗിക്കുക. അപ്പം ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വലിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് ഈ നെയ്ക്കകത്തോ അല്ല ബട്ടറിനകത്തോ കിടന്നൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. ഏത്തപ്പഴം ബട്ടറിനകത്ത് കിടന്നിങ്ങനെ നന്നായി ചെറുതായിട്ടൊന്ന് വാടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു മണമാണ്. ഇത് നെയ്ക്കകത്തോ ബട്ടറിനകത്തോ ഏത്തപ്പഴം ഇങ്ങനെ കിടന്ന് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നല്ല മണമാണ്. ഇതിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായി വാടിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വശം തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് കനം കുറച്ചിട്ടാണല്ലോ ഇത് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിടുമ്പം ഒന്ന് സൂക്ഷിച്ചിടണം കേട്ടോ. അല്ല ചിലപ്പം നടുക്കുന്നത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതങ്ങോട്ട് വഴന്ന് വരുമ്പോൾ അതങ്ങ് വേഗമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശം കൂടെ ആകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് മറ്റേ വശം കൂടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മൾ ആദ്യം ഇട്ട് അത് എടുത്ത് മാറ്റി. അപ്പം അതിൽ തന്നെ ബട്ടർ ഉണ്ട് ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് ഇനിയുള്ള ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് അതും ഇതുപോലെ രണ്ട് വശവും ഒന്ന് വാട്ടിയെടുക്കാം. ഏത്തപ്പഴം എല്ലാം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അരികെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിനെ ചപ്പാത്തി പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് ആ ബ്രെഡെല്ലാം അങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓംലെറ്റിനൊക്കെ അടിക്കുന്ന പോലെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പരത്തി വെച്ച ഓരോ കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഈ മുട്ട അടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊന്ന് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ടാണ്. അപ്പം അത് എൻ്റെ അരികിൽ കൂടെ ഒന്ന് മുട്ടയൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്നുമില്ല, അത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാനാണ് നമ്മൾ ആ മുട്ടയുടെ ഇതൊഴിച്ചത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്നും റോൾ ചെയ്തെടുക്കണം. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ ബ്രെഡിനകത്ത് വെച്ച് നന്നായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഏത്തപ്പഴം ചെറുതായിട്ട് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ പാനിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും ഏത്തപ്പഴവും കൂടെ ഉള്ള ആ റോള് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ കൂട്ടിനകത്ത് മുക്കിയിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊരു ചെറിയ തീയിൽ ഇട്ട് 2 വശവും മൊരിച്ചെടുക്കുക. അതാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ആ ഓരോ ബ്രെഡിൻ്റെ പീസും ഇതുപോലെ മുട്ടയിൽ മുക്കി നമുക്കൊന്ന് 2 വശവും മൊരിച്ചെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഒരു 6 പീസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തീയിൽ 3-4 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് അത് ഒരു വശമാകും. ഇടയ്ക്ക് നോക്കണം, കരിഞ്ഞു പോകരുത്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഈ ഒരു കളറിൽ ഒരു വശമായി കിട്ടണം. നമ്മൾ തിരിച്ചിട്ട വശവും അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. അപ്പം നമുക്കതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ഇതിൻ്റെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് 2 വശവും വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ റോളും കൂടെ ഇതുപോലെ നമുക്ക് 2 സൈഡും മൊരിച്ചെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുമുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്, അത് ഉറപ്പാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴമൊക്കെ ബട്ടറിൽ വാട്ടിയെടുത്തതാണ്, ബ്രെഡിനകത്ത് റോൾ ചെയ്തു, പിന്നെ നമ്മളതൊന്ന് മൊരിച്ചെടുത്തു. എങ്ങനെ വന്നാലും ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഓപ്ഷണലായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.